ഹലോ, വെൽക്കം ബാക്ക് ടു രുചി എക്സ്പ്രസ്. അപ്പോൾ ഇന്ന് രുചി എക്സ്പ്രസ്സിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കുക്കിംഗ് വ്ളോഗ്സോ അല്ലെങ്കിൽ എന്താ പറയുക കുക്കിംഗ് വീഡിയോസോ ഒന്നുമല്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേ ഒരു നഴ്സറിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ പറയുക അങ്ങനെ കാണിക്കാം അല്ലെങ്കിൽ വിചാരിച്ചിട്ട് വന്നതല്ല, ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതൊന്നുമല്ലായിരുന്നു. നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ കുറച്ച് ചെട്ടികളും അതുപോലെ തന്നെ ചെടികളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ നിങ്ങളും കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഹലോ, ഞാൻ ഷൗലത്തിക്കടൻ. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ കോഴിക്കോട് ഹൈവേയിലാണ്. ഹൈവേൻ്റെ അടുത്തുള്ള തോട്ടുങ്ങൽ ഗാർഡൻ്റെ അടുത്താണുള്ളത്. വളരെ ദൃശ്യമനോഹരമായ കാഴ്ചകൾ നിങ്ങളുമായി പങ്കിടാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് മുൻപിലായിട്ട് നമുക്ക് മൺചട്ടികളൊക്കെ കാണാം. 90 റുപ്പീസൊക്കെയാണ് പറയുന്നത്. അതിൽ കുറച്ചൊക്കെ ഇത്ത തരും. എന്തായാലും അകത്തുള്ള കാഴ്ചയിലേക്ക് നമുക്ക് പോകാം, ഇത്തയെ പരിചയപ്പെടാം. സത്യത്തിൽ ചെടികളെക്കുറിച്ചുള്ള വലിയ അറിവൊന്നും എനിക്കില്ല. നാസിയുടെ താല്പര്യം കൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. ഞാൻ നാസിയും കൂടെ ഒരുമിച്ച് വന്നതാണ്. കണ്ടില്ലേ, തെക്കൻ കുരുമുളകൊക്കെ ഇവിടെ കിട്ടും. നമ്മുടെ വീട്ടിൽ ഗാർഡനൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഗാർഡൻ സെറ്റ് ചെയ്യണം എന്നുള്ള ഒരുപാട് കാലത്തൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ ഒരു സമയം അതിന് ഒത്തു വന്നെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വർക്കും കാര്യങ്ങളൊന്നുമില്ല, വീട്ടിലെല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പോലെ തന്നെ എനിക്കും തോന്നി ഇതുപോലൊരു ഗാർഡനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഇക്കാനും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ ഗാർഡനെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഇത്ത പറഞ്ഞു തരും. അപ്പോൾ ഇവരാണ് ഈ ഷോപ്പിന്റെ ഉടമസ്ഥത, ഇവരുടെ ഉടമസ്ഥതയിലാണ് ഈ ഷോപ്പുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു തരും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ. ഏതൊക്കെ തരത്തിലുള്ള ചെടികളാണ് ഇവിടെ ഉള്ളത്? ചെടികള് പൂക്കൾ എന്ന് പറഞ്ഞാല് റോസ്, ജമന്തി, പിന്നെ ജറവറുണ്ട്, പിന്നെ അങ്ങനെ ഇൻഡോർ പ്ലാന്റുകളുണ്ട്, കുറെ ഐറ്റങ്ങൾ, ഏത് ഐറ്റങ്ങളും ഉണ്ട്, കാക്ടസുകളുണ്ട്, അങ്ങനെ എല്ലാ വിധ ഫാൻസികളുണ്ട്, ഡയാനുണ്ട്, അങ്ങനെ പല ഇൻഡോർ പ്ലാന്റ്സുകൾ ഒരുപാട് വെറൈറ്റികളുണ്ട്. അത് ചെറിയ റേറ്റ് തൊട്ടിട്ട് വലിയ റേറ്റ് വരെ ഉണ്ട്. തുടക്കം ഇപ്പോൾ ഒരു ചെടിക്കറ്റ് ചെറിയ വില ഇവിടെ ഇരുന്ന സ്റ്റാർട്ട് ചെയ്യണം. ഇത് ചെറിയ ചെടി എന്ന് പറഞ്ഞാൽ നമ്മൾ 100 രൂപയ്ക്ക് 4 റോസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ നമ്മളെ കസ്റ്റമർ ഇഷ്ടപ്പെട്ട കസ്റ്റമറൊക്കെ വരുമ്പോൾ തോന ചെടിയൊക്കെ എടുക്കുമ്പോൾ നമ്മളത് 5 6 ഒക്കെ ആയിട്ട് കൊടുക്കും. അതുപോലെ ഈ ഒരു സെക്ഷനിൽ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് പ്ലാസ്റ്റിക് ടൈപ്പ് ചട്ടികളാണ് കേട്ടോ. അപ്പോൾ പല ടൈപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ടൈപ്പിനും ഓരോ പ്രൈസാണ് വരുന്നത്. ഡിഫറെൻറ്റ് കളേഴ്സിലും ഡിഫറെൻറ്റ് സൈസിലും വരുന്നുണ്ട്. ഫ്രൂട്ട്സുകൾ പല ഐറ്റങ്ങളുണ്ട്. ഓങ്ഗ്രാൻഡാണ് നമ്മുടെ അടുത്ത് കൂടുതലായിട്ടുള്ളത്. അതായത് റംബുട്ടാൻ, പുലാസ, ഡ്രാഗൺ, പിന്നെ മിറാക്കിള്, പിന്നെ അബിയു, സാന്തോള്, പിന്നെ മറ്റേത് എന്താണ് മാംഗോസ്റ്റി, അങ്ങനെ പല ഐറ്റം ഫ്രൂട്ട്സുകളും വിദേശ പഴങ്ങളും നമ്മുടെ ഇതിലുണ്ട്. വളങ്ങളും ചെടിച്ചട്ടികളും ഒക്കെ, മൺചട്ടികള്, സിമെന്റ് ചട്ടികള്, എല്ലാം മിതമായ റേറ്റിൽ നമ്മൾ എല്ലാം ഒരു ഇതായി കൊടുക്കും. ഞാൻ ചെടികളൊന്നും നട്ടുപിടിപ്പിക്കാറില്ലെങ്കിലും ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഈ പൂക്കോട് തടാകത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ പ്രത്യേക തണുപ്പും ഒരു ഫീലും. അതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അതേ ഒരു ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്, അല്ലേ നാസി? ശരിയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഇതുപോലെ നല്ലൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഇവിടുന്ന് എല്ലാത്തിൻ്റെയും ഓരോ തൈകൾ കൊണ്ടുപോകാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ എന്തായാലും ഒക്കെ വാങ്ങിച്ചു തരില്ല. പിന്നെ ഇവിടെ ഞാൻ കണ്ടതിൽ ഒരുവിധം എല്ലാ ചെടികളുടെയും 2-3 സൈസിൽ വരുന്നുണ്ട് ഇവരുടെ കയ്യിൽ. പലതിനും പല റേറ്റാണ്. വലിയ കുഴപ്പമില്ലാത്ത പ്രൈസൊക്കെ തന്നെയാണ് കേട്ടോ. ഈ ചെടിയുടെ ഇല കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും പുഴുക്കൾ പണിതതാണെന്ന്. പക്ഷെ അത് അങ്ങനെയല്ല, അത് ഇങ്ങനത്തെ ഒരു സ്റ്റൈലാണ് അത്രേ. പിന്നെ ഇങ്ങനത്തെ ഒരുപാട് സ്റ്റൈലുകൾ ഇവിടെ ഉണ്ട്, ഒരുപാട് മോഡലുകൾ. അതുപോലെ തന്നെ ഇവരുടെ കയ്യിൽ ഒരുപാട് ഹാങ്ങിങ് ബോർഡ്സിൻ്റെ വെറൈറ്റികളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കാണുന്ന സെക്ഷനിലാണ് അവരുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് പോട്ടുകൾ. ഈ ഒരു സൈഡിൽ കാണുന്നത് പൂച്ചെടികളാണ് കേട്ടോ. ഈ സൈഡാണ് ഏറ്റവും ഭംഗിയുള്ളത്. കാരണം ഇവിടെ പലതരത്തിലുള്ള പൂക്കളും പല നിറത്തിലും പല സൈസിലൊക്കെ ആയിട്ടുള്ള പൂക്കളാണുള്ളത്.
പിന്നെ ഇതൊക്കെ പലതരത്തിലുള്ള മുളക് ചെടികളൊക്കെയാണ് കേട്ടോ. നമ്മൾ കാണാത്ത തരത്തിലുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ കുറേ ഹാങ്ങിങ് പോട്ട്സുകളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലുള്ളത് ഇലച്ചെടികളാണ് കേട്ടോ. പല കളേഴ്സിലും അതുപോലെ തന്നെ പല ഷേപ്പിലൊക്കെ ഉള്ള ഇലകളാണ് ഈ ചെടികൾക്കൊക്കെ ഉള്ളത്. ഈ ചെടികൾക്കിടയിൽ ഞാൻ ആകെ തെരഞ്ഞത് റോസാ ചെടിയായിരുന്നു. കാരണം റോസ് പൂ എനിക്കെന്നും ഹരമായിരുന്നു. അതെ, കുറേ കൊടുത്ത് പരിചയമുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഈ ഹാങ്ങിങ് ബോർഡ്സൊക്കെ അവർ അതുപോലെ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ നേരെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ കുറേ ഐറ്റംസ് അവർ കാണിച്ചു തന്നു. പിന്നെ ഈ കാണുന്നതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇൻഡോറിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് തന്നെയാണ്. ഒരുപാട് വെറൈറ്റീസും ഞാൻ ഇതിലും കണ്ടു കേട്ടോ. പിന്നെ അവർ പറയുന്നുണ്ട് ഒരുപാട് വെറൈറ്റികളൊക്കെ അവരുടെ കയ്യിലുണ്ട്, പക്ഷേ ഇപ്പോൾ അവർ പുതിയൊരു ഷോപ്പ് തുടങ്ങുന്നതുകൊണ്ട് അവിടെ സെറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കേട്ടു. കൂടാതെ നമ്മുടെ ചെടികൾ വളരാൻ വേണ്ട, പുഷ്ടിപ്പെടാൻ വേണ്ട ബൂസ്റ്റ്, കോംപ്ലാൻ എല്ലാം ഇവിടെ കിട്ടും. ചെടിക്ക് ആവശ്യമായിട്ടുള്ള വളത്തെക്കുറിച്ചാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടുന്ന് കുറച്ച് ചെടികളും അതുപോലെ തന്നെ കുറച്ച് ചെടിച്ചട്ടികളൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇറങ്ങിയത്. നമ്മൾ ബൈക്കിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ ഒന്ന് ചതിച്ചു. അപ്പോൾ കണ്ടൊരു ബസ് സ്റ്റോപ്പിലൊന്ന് കയറി നിന്നിട്ട് അവിടുത്തെ മഴയൊക്കെ ഒന്ന് ആസ്വദിച്ചിങ്ങനെ നിന്നു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ചെടിച്ചട്ടികളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ അവിടെ അടുത്തുള്ള നമ്മുടെ അടുത്ത് തന്നെ കുറ്റിപ്പുറത്ത് ഒരു സ്വപ്നക്കൂട് എന്ന ഷോപ്പുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് ചെടിച്ചട്ടികളും കൂടെ വാങ്ങിക്കാൻ വേണ്ടി കയറിയിരുന്നു. ഇവിടെ ചെടികളല്ല കേട്ടോ ഉള്ളത്. ഇവിടെ കിളികളും അതുപോലെ തന്നെ അലങ്കാര മത്സ്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് പ്രണയത്തിൻ്റെ സിമ്പിളായ അരണ്യങ്ങളും പിന്നെ മാടപ്രാവുകളും ലവ് ബേർഡ്സും അങ്ങനെയുള്ള ഒരുപാട് ഇനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഞാനല്ലാതെ വിദേശ ഇനം കോഴികളെയും ഇവിടെ കണ്ടു എന്ന് നാസി അവകാശപ്പെടുന്നുണ്ട്. സത്യം. പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരായിരുന്നു വെച്ചാൽ ഇവര് 3 പേരായിരുന്നു കേട്ടോ. എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇത് 2 പേര് ഫീമെയിലും അതുപോലെ ഒരാൾ മെയിലുമാണ്. ഈ ബ്ലാക്ക് ആണ് കേട്ടോ മെയില്. പിന്നെ ഇതിൻ്റെ താഴെ ഒരാളുണ്ട്. നമ്മൾ സ്റ്റുവർട്ട് ലിറ്റിൽ എന്ന് പറഞ്ഞിട്ടൊരു കാർട്ടൂൺ പ്രോഗ്രാം ഉണ്ടല്ലോ, അതിലുണ്ട് ഇതുപോലെ ഒരു ഗൗരവക്കാരനായ പൂച്ച. അതുപോലെ തന്നെയാണ് കേട്ടോ ഇയാൾ കുറച്ച് ഗൗരവക്കാരനായിരുന്നു. എനിക്ക് വിശന്നിട്ട് വയ്യ, എനിക്കെന്തെങ്കിലും കഴിക്കാൻ തരൂ എന്ന് പറയുന്നൊരു പൂച്ച ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് പറയണത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പലതരത്തിലുള്ള അലങ്കാര മത്സ്യങ്ങൾ ഇവിടെ ഉണ്ട്. ചെറുതും വലുതുമായ ഗപ്പി മുതൽ എല്ലാ ഇനം മത്സ്യങ്ങളും ഇവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട പൂച്ച കണ്ടിരുന്നില്ലേ, അതിനൊക്കെ ആദ്യം റേറ്റ് കുറവായിരുന്നു. ഇപ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ ആയതിനു ശേഷം നന്നായിട്ട് റേറ്റ് കൂടി, ആവശ്യക്കാർ കൂടി. ഇപ്പം മീനിനാണെങ്കിലും അങ്ങനെയുള്ള പെറ്റ് ആനിമൽസിനൊക്കെ ആവശ്യക്കാരേറെയാണ്. അതുകൊണ്ട് റേറ്റൊക്കെ കൂടിയിട്ടുണ്ട്. എന്നാലും നല്ല കുറഞ്ഞ രീതിയിലൊക്കെ ഇളവ് ചെയ്യുന്നുണ്ട്. പിന്നെ പെറ്റ് ആനിമൽസിനൊക്കെ ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസുകളും അതുപോലെ തന്നെ നമ്മളൊരു നെസ്റ്റൊക്കെ ഒരുക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ രുചി എക്സ്പ്രസ് എന്ന ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ കാണുന്ന കുഞ്ഞു ബെൽ ബട്ടൺ ഓൾ എന്നും കൂടെ പ്രസ് ചെയ്തേക്കണമെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുള്ള ഒന്ന് ലൈക്ക് ചെയ്യൂ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പുതിയ പുതിയ വിശേഷങ്ങളും അതുപോലെ തന്നെ പുതിയ രുചി വിഭവങ്ങളുമായിട്ട് രുചി എക്സ്പ്രസ്സിലൂടെ വീണ്ടും കാണാം. താങ്ക്